ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്കെന്താ വെച്ചാൽ നാളെ നാട്ടിൽ പോവാം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ബാംഗ്ലൂർ ചിപ്പേട്ട് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സാധനങ്ങൾ കിട്ടും. കുറവാണെന്ന് കേട്ടാൽ നമുക്ക് പോയിട്ട് നോക്കാം. വാ. ഞാൻ ബാംഗ്ലൂരിൽ എവിടെ പോകുന്നുണ്ടെങ്കിൽ റാപ്പിഡായിരുന്നു കേട്ടോ ബുക്ക് ചെയ്യുക. അവർ സേഫായിട്ട് കൊണ്ടിറക്കും. കുണ്ടിലും കുഴിയിലൊക്കെ കൊണ്ടുപോകും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷനിൽ അവർ ഇറക്കും. രാവിലെ 3 മണിക്ക് അലാറം വെച്ച് ഞാൻ 7 മണിക്കായിരുന്നു എണീച്ചത്. കാരണം ഇവിടെ 3 മണിക്ക് എല്ലാം തുറക്കും. ഓൾമോസ്റ്റ് ഞാൻ എത്തുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു. പൂവും പിന്നെ ഡ്രസ്സും എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ. ഡ്രസ്സ് നോക്കാൻ പോയാൽ 10 രൂപ തൊട്ട് കിട്ടുന്നുണ്ട്. ഗേൾസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ബാർഗെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ കുറേ ഷർട്ടേഴ്സും അതും ഇതൊക്കെ നോക്കി. പക്ഷെ അവർ തരുന്ന റേറ്റിന് നമ്മൾ പുറത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 1000 ഇതൊക്കെ ആവും ഡ്രസ്സിനൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ 100, 200 ആ റേഞ്ചേ വാങ്ങുന്നുള്ളൂ. ഇതൊക്കെ ഷട്ടറാട്ടോ. ഇവിടെ ഒരു ചേച്ചി ബാർഗെയിൻ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ കയറിയ സമയത്ത് അവർ പറഞ്ഞത് ഇത് ഏതെടുത്താലും 100 തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിത് പുതിയതായിട്ടാണ് തോന്നിയത്. കാരണം കലയോ ചാലയോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ട് എല്ലാം പുതിയതുപോലെ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ 200 രൂപയ്ക്ക് 3 ജീൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ജീൻസ് അങ്ങനെയാണ്. കുറേ എണ്ണം ഇങ്ങനെ കളറൊക്കെ പോയ പോലെ ഉണ്ടായിരുന്നു, കുറേ എണ്ണം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ടോപ്പ് ഇതിനൊക്കെ 20 രൂപയായിരുന്നു അവർ പറഞ്ഞത്. ചുരിദാർ ടോപ്പും ഉണ്ടായിരുന്നു, ക്രോപ്പ് ടോപ്പും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മെട്രോന് വരുന്നവർക്ക് മെട്രോയിൽ വരുന്ന ഓപ്ഷനും ഉണ്ട്. പിന്നെ റാപ്പിഡോ ബുക്ക് ആക്കുക, ഒക്കെ സേഫാണ്. റാപ്പിഡോ ഞാൻ വന്ന ലൊക്കേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് 136 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. 1 അവർ ഉണ്ട്. ചായ കുടിച്ചിട്ട് വരാം. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2000 അടുത്ത് കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് രാവിലെ ചായ കുടിക്കാൻ പോവാം. ഞാൻ രാവിലെ ഇറങ്ങിയോണ്ട് ഒരു 9:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ചായയൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത് പിജിന്ന്. പക്ഷെ ചായ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു മലയാളി ഷോപ്പുണ്ട്. അവിടെ നല്ല നല്ല ഫുഡാണ് കിട്ടുന്നത്. അവിടെ പോയിട്ട് ഞാൻ തിന്നത് ദോശയും മുട്ടക്കറിയായിരുന്നു. അവിടെ നല്ല സോഫ്റ്റ് ദോശ കേട്ടോ. സോഫ്റ്റ് ദോശയും പിന്നെ മുട്ടക്കറിയും. ചേച്ചി നല്ല ചേച്ചിയാട്ടോ. ചേച്ചി നല്ല കമ്പനിയാകും വേഗം. പിന്നെ നമ്മളെ ഇതിൻ്റെ പിജിയുടെ താഴെ ഇങ്ങനെ മീനും മുട്ടയും എല്ലാം വിൽക്കാൻ വരും കേട്ടോ. നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഉച്ച സമയത്താകുമ്പോൾ നമ്മൾ നെഹദിയിൽ പോയി. പേര് പ്രൊണൗൺസിയേഷൻ അങ്ങനെ കേട്ടോ. നെഹദിയിൽ പോയി. അവിടെ മന്തി റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ ഈ മന്തി തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ക്യൂട്ടോ. സൺഡേ ആയതുകൊണ്ടോയെന്ന് അറിയില്ല, ഇത്ര ആൾക്കാരാണ്. ഇതൊക്കെ ടോക്കൺ മേടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഞാൻ നേരെ അകത്ത് പോയിട്ട് അവരോട് ചോദിച്ചു ടോക്കൺ എടുക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ടോക്കൺ എടുക്കണം, ഇപ്പം തന്നെ കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടോക്കൺ എടുത്ത് ഒരു 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തു. നമ്മൾ പോയത് 2 മണിക്കായിരുന്നു. പക്ഷേ നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ 4:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര ആൾക്കാരുണ്ടായിരുന്നു. നെഹദിയിൽ മന്തി നല്ല ഫേമസ് ആണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ട്രൈ ചെയ്യാമെന്നുള്ള പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ നമുക്ക് ഒരേ ടേബിൾ അല്ല കേട്ടോ, നമ്മളടുത്ത് വേറെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ മെനു നോക്കുമ്പോൾ ഇവിടെ കുറേ വെറൈറ്റി മന്തീസാണ് ഇവർ അവൈലബിൾ ആയിട്ടുള്ളത്. ചിക്കൻ മന്തി ആയാലും പെരി മന്തിയും ഗ്രീൻ ചില്ലി മന്തിയും അങ്ങനെ കുറേ ഐറ്റംസാണ് ഇവരയിലുള്ളത്. നമ്മൾ 3/4 ആയിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു പോയത്. അങ്ങനെ പെരി മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയും കൂടി എനിക്ക് കുറേ അവിടുന്ന് വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും നമുക്ക് നോക്കാം. ഇത്ര തിരക്കിലൊക്കെ എന്തായാലും വരാൻ പറ്റില്ല മന്തി ഉണ്ടാൻ വേണ്ടിയിട്ട്. വിശന്ന് കൊടലായിരുന്നുണ്ട്. ആ വിശപ്പിലോന്ന് അറിയില്ല, കുറേയാണ് ഞാൻ തിന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോയത് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള മാളിലായിരുന്നു. ഈ പാട്ടെന്ന് കേട്ടൊക്കെ നമ്മൾ ഫേമസ് പുനീത് രാജ്കുമാറിൻ്റെ പാട്ടാണിത്. പാട്ട് കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ആ മാള് മൊത്തം ഈ പാട്ടിനെ ഇളകി മറിയായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലേ സ്റ്റേഷനിൽ പോയി. പിന്നെ ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ടെഡി ബിയറൊക്കെ, ഇതൊക്കെ നോക്കാൻ പോയിരുന്നു. പക്ഷേ എനിക്ക് ഈ പ്രൈസിലൊക്കെ കുറച്ച് ബോത്തായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ പൈസ ഉണ്ടായിരുന്നു ടെഡി ബിയറിന്. പിന്നെ ഈ പേഴ്സിന് എനിക്ക് നല്ല വിലയായിട്ട് തോന്നി കേട്ടോ. 500 സംതിങ് ആയിരുന്നു ഈ ചെറിയ പേഴ്സിന് ഞാൻ അവിടെ കണ്ടത്. പിന്നെ ഈ ക്യാപ്പ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ രാത്രി ആകുമ്പോൾ PG ഫുഡ് കിട്ടിയിട്ടില്ല. ഇതൊക്കെ കാണുന്ന എൻ്റെ വീട്ടുകാർ എന്തിനാ PG ചേർത്തെന്ന് ആലോചിക്കും. അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചിട്ട് ഒരു ഡെസേർട്ടും തിന്ന് നേരെ PG പോയി കിടന്നുറങ്ങി. ബൈ.